ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്, പൊരിച്ച പത്തിരിയാണ് കേട്ടോ. അപ്പോൾ പൊരിച്ച പത്തിരീൻ്റെ റെസിപ്പി നല്ല സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നത് നോക്കാം. കോമ്പിനേഷനായിട്ട് ഞാൻ ചെയ്തത് ബീഫ് കറിയാണ്, സിമ്പിൾ ബീഫ് കറിയാണ്. അതടുത്ത വീഡിയോയിൽ ആ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം പൊടി വേവിക്കണം, പൊടി വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് പൊടി എടുക്കാമെന്ന് കരുതിയിട്ടാണ് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ്സാണ് പൊടി എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം അതിൽ നിന്ന് മാറ്റുന്നുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം അതിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് പൊടി വാട്ടുന്നത്. അപ്പോൾ ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇനി അത് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ പൊടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം, വാട്ടിയെടുക്കുക. അപ്പോൾ ഇത് ഞാൻ വറുത്ത പൊടിയല്ല, കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടി, വറുക്കാത്ത പൊടിയാണ്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പൊടി അതിലിട്ടിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടി നന്നായി വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി ഭാഗം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ചുവന്നുള്ളി കൂടി, പിന്നെ ജീരകം, വലിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ വലിയ ജീരകം കൂടി ഇട്ടു. ഇനി അത് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ആ പൊടിയിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ കുറച്ച് പൊടി ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും ചുവന്നുള്ളിയൊക്കെ ഉള്ളത് അതിൽ കൂടെ ഇടാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കുറച്ചിട്ടിട്ട് തന്നെ, കുറച്ച് പൊടി ഇട്ടതിന് ശേഷം തന്നെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പൊടികളും കൂടി അതിലേക്ക് കുറേശ്ശായിട്ട് മിക്സ് ചെയ്യാം. ആ ബാക്കി പൊടികളും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ ക്രഷ് ചെയ്തിട്ടില്ല, ചിരകിയെടുത്ത തേങ്ങ ഇങ്ങനെ. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ കരിഞ്ജീരകം, 2 ടീസ്പൂൺ എള്ളും കൂടി ഇട്ട്, കറുത്ത എള്ളും കൂടി ഇട്ട് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് മിക്സറിലിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാനത് പുറത്തെടുത്ത് ഒന്ന് ഇങ്ങനെ റോളാക്കുകയാണ്. പിന്നെ അത് ഓരോ ഉരുളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഓരോ ഉരുളാക്കിയിട്ട് വെക്കുകയാണ്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കണം. അതിലേക്ക് പാൻ ചൂടാക്കിയിട്ട് നമ്മളതിലേക്ക് ഇനി ഒഴിക്കാൻ പോണത് ഓയിലാണ്, വെജിറ്റബിൾ ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഞാനൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബോളാക്കി വെച്ചിട്ടില്ലേ, ആ ബോളാക്കി വെച്ചത് നമ്മളതിലേക്ക് നന്നായി പ്രസ് ചെയ്ത് ഒന്ന് മോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു അടപ്പിൻ്റെ ഷേപ്പിനാക്കിയിട്ട് വേണം പത്തിരി ആക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് മിക്സ് ചെയ്യാണ്, അതിലേക്ക് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇതാ ഷേപ്പായിട്ടുണ്ട്. എക്സസ് ഉള്ളത് നമ്മൾ മാറ്റിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാ അത്യാവശ്യം ഒരു 4-5 എണ്ണം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാനിൽ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്, കയ്യിൽ തെറിക്കാതെ നോക്കണം. ഇനി നമുക്ക് അതൊന്ന് വെന്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് കൊടുത്തതിന് ശേഷം ഒരു ലാസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് കോരി മാറ്റാം കേട്ടോ. അപ്പോഴത്തേന് നന്നായി വെന്തിട്ടുണ്ടാവും. അത്യാവശ്യം ഒരു കുക്കിംഗ് ടൈം ഉണ്ട് കേട്ടോ. കുറച്ച് സമയം തന്നെ ഉണ്ട്. അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ ആയിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കും. കുഴപ്പമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറും പിന്നെ ആ എള്ളും കരിഞ്ചീരകമൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റുണ്ട്, കഴിക്കാൻ ടേസ്റ്റുണ്ട്. കോമ്പിനേഷൻ ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുഴപ്പമൊന്നുമില്ല, ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്.
അപ്പോൾ ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക,